ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സിലെ മൊഡ്യൂൾ 1-ൽ 4 മാർക്കിന് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം 2 മാർക്കിൻ്റെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ നല്ല പോലെ പഠിക്കുക, കാരണം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. ഇതിൽ പകുതി ക്വസ്റ്റ്യനെങ്കിലും എന്തായാലും 2 മാർക്കിനും 4 മാർക്കിനും ഇപ്രാവശ്യം ചോദിച്ചിരിക്കും, അത് ഉറപ്പാണ്. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. യൂസ്ഫുൾ ആയ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ്? എന്താണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക. അപ്പം അതിൽ പറഞ്ഞിരുന്നു, നമ്മൾ മോർഫോളജി ഫോണോളജി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞിരുന്നു ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്. അതേ പോയിന്റ് തന്നെയാണ് ഇതിലും വരുന്നത്. വാട്ട് ഈസ് ന്യൂറോളജി ചോദിച്ചാൽ ഫസ്റ്റ് എഴുതുക ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്. മോർഫോളജി ഫോണോളജി ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എഴുതേണ്ട ഒരു പോയിന്റ് ഏതാണ്? ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്. അപ്പോൾ ആ പോയിന്റ് എഴുതിയെങ്കിൽ ഒരു മാർക്ക് കിട്ടും കേട്ടോ. പിന്നെ നെക്സ്റ്റ് ലൈൻ, ഇപ്പോൾ നമ്മൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ്, ന്യൂറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസൈഡ് ദ ബ്രെയിൻ, അല്ല ഇൻസൈഡ് ദ ബ്രെയിൻ, നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചില നെർവ്, നമ്മുടെ ബ്രെയിനിൽ ചില നെർവ്സിനൊക്കെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ, ബ്രെയിനിൻ്റെ പാർട്ടിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംസാരത്തിൽ അതൊരു ഡിസോർഡർ ഉണ്ടാക്കും. They concern of language and brain, especially they locate the recognition of the brain which handle the various aspect of language. ചില സ്ഥലങ്ങളിൽ ചെറിയൊരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സ്പീച്ചിനെ നല്ലപോലെ ബാധിക്കും. പിന്നെ ഇവിടെ എഫേസിയ എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്. ഇറ്റ്സ് എ സ്പീച്ച് ഡിസോർഡർ, ലിറ്ററലി മീൻസ് വിത്തൗട്ട് സ്പീച്ച്. അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ചെവിടിൻ്റെ ഒരു ഏരിയയിൽ എന്തെങ്കിലും ഒരു ചെറിയ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സ്പീച്ച് ഡിസോർഡർ ആവും. നമ്മൾ പറയുന്നൊന്നും ആർക്കും മനസ്സിലാവില്ല. നമ്മൾ നല്ല സ്ലോ ആയിട്ട് സംസാരിക്കുക. അത് നമ്മൾ സ്പീച്ച് ചെയ്യണതൊന്നും, നമ്മൾ പറയുന്നതൊന്നും വേറെ ആർക്കും മനസ്സിലാവില്ല. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അതിനാണ് അഫേസിയ എന്ന് പറഞ്ഞ വേർഡ്. അഫേസിയ എന്ന് പറഞ്ഞ പേരെന്താണ്? നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഇയറിൻ്റെ ഏതെങ്കിലും ഏരിയയിൽ ചെറിയൊരു ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ സംസാരമൊക്കെ ഡിസോർഡർ ആയിപ്പോവും. അതിനാണ് എംഫേസിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഏതാണ്? വെർണിക്സ് ഏരിയ. അത് റൈറ്റ് സൈഡ് ചെവിടിൻ്റെ ഏരിയ ആണ്. ആ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും ചെറിയൊരു ഇത് വന്നു കഴിഞ്ഞാൽ, ഡാമേജ് വന്നു കഴിഞ്ഞാൽ നേരെ ഉൾട്ടാ, അതായത് നമ്മൾ സ്പീഡിൽ സംസാരിക്കും, പക്ഷെ അതൊന്നും മനസ്സിലാവില്ല. ഫ്ലുവൻസി കൂടുതലായിരിക്കും, പക്ഷെ നമുക്കൊന്നും മനസ്സിലാവില്ല. അതൊരു ഡിസോർഡർ തന്നെയാണ്. അപ്പം ഇത്രയാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക്സിൽ വരുന്നത്. അപ്പം ഇത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ്? It is an internal disciplinary field of linguistics. It deals with the acquisition of second language and interface the first language. അതായത് നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് ഏതാണ്? ഇപ്പം നമ്മൾ മലയാളിയാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ഏതാണ്? ഇംഗ്ലീഷാണ്. അല്ല, ഇംഗ്ലീഷാണ് പഠിക്കുന്നത് വെച്ചെങ്കിൽ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. നമ്മുടെ L1 എന്നുള്ളത് ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം. ഇപ്പോൾ L2 ആണ് നമ്മൾ പഠിക്കുക, ഇംഗ്ലീഷാണ് പഠിക്കുന്നത് വെച്ചെങ്കിൽ അത് സെക്കൻഡറി ലാംഗ്വേജ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലാംഗ്വേജ് L1-ഉം L2-ഉം തമ്മിലൊരു ഇന്റർഫേസ് ആണ് അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സിൽ വരുന്നത്. ഇറ്റ് പ്രൊവൈഡ് നെസസറി നോളജ് ഓഫ് സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ. അപ്പോൾ അതാണ് അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സിൽ വരിക കേട്ടോ. ഇതിൽ 2 പോയിന്റെങ്കിലും നിങ്ങൾ മിനിമം പഠിച്ചിരിക്കണം. ഇത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിൻഡ്രോണിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. അപ്പോൾ ഇതിൽ 2 ടേം പഠിക്കാണ്ട്. ഒന്ന് ഡൈക്രോണിക്. ഡൈക്രോണിക് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ഹിസ്റ്റോറിക്കലി ഈസ് നോൺ ആസ് ഡൈക്രോണിക്. പിന്നെ ഒരു വേർഡും കൂടി ഉണ്ട്, ഏതാണ്? സിൻഡ്രോണിക്. ടു സ്റ്റഡി ദ ലാംഗ്വേജ് അറ്റ് ദ ഗിവൺ പോയിന്റ് ഓഫ് ഇൻ ടൈം. അതായത് ഒരു പോയിന്റ് ഇൻ ടൈമിൽ നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുക. ഓക്കെ, അതാണ് സിൻഡ്രോണിക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 2 ടേം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ എക്സാമിനെ ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇഡിയോലക്ട്? ഇഡിയോലക്ട് എന്ന് പറഞ്ഞാൽ ദ ടേം ഈസ് യൂസ് ഫോർ പേഴ്സണൽ ഡയലക്ട് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ സ്പീക്കർ ഓഫ് ലാംഗ്വേജ്. അതായത് ഇപ്പോൾ മലയാളം തന്നെ പല ലാംഗ്വേജ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു സ്ഥലത്തുള്ള മലയാളം തന്നെ ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഒരു ടോണിലാവില്ല അപ്പുറത്തെ ആൾ. ഓരോരുത്തർക്കും ഓരോരോ ഇൻഡിവിജ്വൽ സ്റ്റൈൽസ് ഉണ്ടായിരിക്കും ഒരേ ലാംഗ്വേജിന് തന്നെ. അതാണ് ഇഡിയോലക്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് ഡയലക്ട്. വാട്ട് ഈസ് ഡയലക്ട്? ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിലുള്ള മലയാളം ആവില്ല കോഴിക്കോട്, ഒക്കെ വ്യത്യാസമുണ്ട് ഇല്ലേ? അതാണ് ഡയലക്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. എ വെറൈറ്റി ഓഫ് ലാംഗ്വേജ് ദാറ്റ് സിഗ്നൽസ് വേർ എ പേഴ്സൺ കം ഫ്രം ബേസ്ഡ് ഓൺ ജിയോഗ്രഫിക്കൽ ഏരിയ. ഇത് ഓരോ ജിയോഗ്രഫിക്കൽ ഏരിയയിലും ഓരോ വ്യത്യാസം ഉണ്ടായിരിക്കും. ബേസ്ഡ് ഓൺ സോഷ്യൽ പൊസിഷൻ. ഇപ്പോൾ ചില പ്രൊഫഷനെ വെച്ചിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഡോക്ടർമാരുടെ ഒരു ലാംഗ്വേജ് ആയിരിക്കില്ല ബാക്കി എൻജിനീയർമാർക്ക് അല്ലെങ്കിൽ ടീച്ചേഴ്സിന്, അല്ലെങ്കിൽ ഒരു സംസാരത്തിലൊക്കെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ ഒക്യുപ്പേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കാം, ക്ലാസ് ബേസ് ചെയ്തിട്ടായിരിക്കാം, റീജിയൻ ബേസ് ചെയ്തിട്ടായിരിക്കാം. അതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ആസ് എൻ ഇൻഫോം ഓർ യൂസ് ഓഫ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി. അത് ഗ്രാമറിലോ വൊക്കാബുലറിയിലോ ഒക്കെ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഡയലക്റ്റിൽ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം.
സോഷ്യോലറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ പല പല ഏജിലുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഈ ഓരോ ഏജിലുള്ള ആൾക്കാർക്കും ഓരോ ജനറേഷനിൽ നമ്മുടെ ചേഞ്ച് വരുന്ന പോലെ തന്നെ ലാംഗ്വേജിലും വരും. ഇപ്പോൾ ഒരു 60 വയസ്സായ ഒരാളുടെ ലാംഗ്വേജും ഒരു 6 വയസ്സുകാരനായ ഒരു ലാംഗ്വേജിൻ്റെയും ഒരു കുട്ടിയുടെ ലാംഗ്വേജും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ? ആ ഒരു ചേഞ്ച് ഏജ് ഗ്രൂപ്പിലും അതുപോലെ സോഷ്യൽ ഗ്രൂപ്പ്സിലൊക്കെ ചേഞ്ച് ഉണ്ടായിരിക്കും. അപ്പം അതൊക്കെയാണ് സോഷ്യോലറ്റിക്സിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കൂളത്തെ രജിസ്റ്റർ അല്ല. രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ദ വേ ഓഫ് സ്പീക്കേഴ്സ് യൂസ് ദ ലാംഗ്വേജ് ഡിഫറെൻ്റ്ലി ഇൻ ഡിഫറെൻറ്റ് സർക്കംസ്റ്റൻസസ്. അതായത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ സ്കൂളിൽ വെച്ച് കാണുകയാണ്. അപ്പോൾ നിങ്ങൾ ആ ഫ്രണ്ടിൻ്റെ അടുത്ത് എങ്ങനെ സംസാരിക്കും? നല്ലപോലെ നമുക്ക് നല്ല രീതിയിൽ ഒരു സ്വാതന്ത്ര്യത്തിൽ സംസാരിക്കാം. നേരെ മറിച്ച് ഒരു ഫ്രണ്ടിനെ ബസ് സ്റ്റാൻഡിൽ വെച്ച് കാണുകയാണ്. അങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് ആ പഴയ പോലെ സംസാരിക്കാൻ പറ്റും ഇല്ല, ആകെ റഷ് പിടിച്ചൊരു സിറ്റുവേഷൻ. അങ്ങനെ ഓരോ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ഒരേ ആളോട് സംസാരിക്കുന്ന രീതികൾ വ്യത്യാസം ഉണ്ടായിരിക്കും. അതിനാണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വേർഡ് ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഇനി എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. നിങ്ങൾ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും കേട്ടോ. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, യൂസ്ഫുൾ ആയ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.